Hi, good morning, dear students. In the last class, we are discussed about the difference between void agreement and voidable contract. Okay, I feel that all of you have a clear idea about what is void agreement and what is voidable contract. Okay, today we are going to discuss the difference between void contract and voidable contract. You have a clear idea about what is void contract and a voidable contract. What is void contract? A void contract is a contract which is valid at the time of entering the agreement, but due to certain subsequent condition, it becomes void. For example, if we are entering a contract with a foreigner, at the time of signing the agreement, the agreement is valid. But after that, there is a war begins between the home country and the foreigner country, between the foreigners country. Then the contract, the existence of the contract becomes void. Okay, it is to be void contract. But in the case of a voidable contract, what is voidable contract? It may be valid or void at the option of a one or more parties thereto. അല്ലേ, ഇത് സാധാരണയായിട്ട് കൺസെൻറ്റ് ഫ്രീ അല്ലാത്ത സാഹചര്യത്തിലാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. അല്ലേ, ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്ത ഒരാൾ പറയുകയാണ് തൻ്റെ കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റിനെ എന്താക്കി മാറ്റാം, പിന്മാറി വോയിഡാക്കി മാറ്റാം. അല്ലെങ്കിൽ അയാൾക്ക് അതിനെ അംഗീകരിച്ച് വാലിഡാക്കി മാറ്റാം. എ കോൺട്രാക്ട് മേ ബി വാലിഡ് ഓർ വോയിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് ദർ ടു. ഓക്കെ, ദാറ്റ് ഇസ് ടു ബി വോയിഡബിൾ കോൺട്രാക്ട്. ഇനി നമുക്ക് ബ്രീഫ് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മീനിങ്ങിനെ നോക്കാം. എന്താ വോയിഡ് കോൺട്രാക്ട്? എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ്. അല്ലേ, അത് നടപ്പിലാക്കാൻ പറ്റാത്ത കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അല്ലേ, അതായത് നമ്മൾ എഗ്രിമെൻറ്റ് എഴുതുന്ന മൈനറുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, മൈനറുമായിട്ട് ബന്ധപ്പെട്ടാണ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. വോയിഡ് കോൺട്രാക്റ്റ് അങ്ങനെയല്ല. അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെൻറ്റ് ഇറ്റ് ഈസ് വാലിഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ സബ്സിക്വൻ്റ്ലി. അല്ലേ, ഇറ്റ് ഈസ് ടു ബി വോയിഡ് കോൺട്രാക്ട്. ഇറ്റ് ഈസ് വോയിഡ്, ഇറ്റ് ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ. നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വോയിഡ് എന്നറിയപ്പെടുന്നു. അല്ലേ, അതാണ് നമ്മൾ വിദേശത്തുള്ളൊരു പൗരനുമായി നമ്മൾ കരാറിലേർപ്പെടുന്നു, കുറച്ച് നാളുകൾക്ക് ശേഷം യുദ്ധമുണ്ടാകുന്നു, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. അപ്പോൾ വിദേശ രാജ്യത്തുള്ള പൗരന്മാരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നമ്മുടെ രാജ്യം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്ത്യയിലുള്ള ഒരാളും ചൈനീസായിട്ടുള്ള ഒരാളും തമ്മിലുള്ള എഗ്രിമെൻറ്റ് അസാധുവായി മാറും. ദാറ്റ് ഷുഡ് ബി വോയിഡ് കോൺട്രാക്ട്. But in the case of a voidable contract, an agreement which is enforceable by law at the option of one or more parties thereto. അല്ലേ, നടപ്പിലാക്കാൻ എന്ന് പറയുന്നു ഒന്നോ അതിലധികമോ വ്യക്തികൾ അതിന് അനുകൂലമാകുന്നു. അല്ലേ, വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ, നടപ്പാക്കാമെന്ന് പറയുന്നത്, ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ് ഈസ് വോയിഡബിൾ കോൺട്രാക്ട്. അല്ലേ, എന്നാൽ മറ്റേയാൾ പറയുന്നു നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സാധാരണയായിട്ട് ഇത് കൺസെൻറ്റ് ഫ്രീ അല്ലാത്ത സാഹചര്യത്തിലാണ് ഇൻ ദ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട് ഉണ്ടാകുന്നത്. Okay, an agreement which is enforceable at the option of one or more party thereto, but not at the option of other or others is called a voidable contract. It may be valid or void. Okay, valid agam, void agam. Clear? Next, enforceability. A void contract cannot be enforced because it is a contract without any legal effects and is a nullify. നള്ളിറ്റി എന്നല്ല, നള്ളിഫൈ. അല്ലേ, അത് അസാധുവാണ്. ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സിബിൾ. അല്ലെ, ഇതൊരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. കാരണം ആ കണ്ടീഷൻസ് അങ്ങനെയാണ്, നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് അത് നടപ്പിലാക്കുകയാണെങ്കിൽ എന്താണ്, നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിത്തൗട്ട് എനി ലീഗൽ ഒബ്ലിഗേഷൻ ഓർ ലീഗൽ എഫക്ട്സ്. ഇതിന് ഒരു ലീഗലായിട്ടുള്ള ഒരു എഫക്റ്റും ഉണ്ടാകില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട് which can be enforceable if the aggrieved party elects to carry out the contract. അല്ലേ, കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറഞ്ഞ ആൾ പിന്നെ പറയുന്നു കൺസെൻറ്റ് ഫ്രീ ആണ്, ഞാൻ സ്വമേധയാൽ സമ്മതിച്ചതാണ് എന്ന് അയാൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വോയിഡ് എന്ന് പറഞ്ഞ കാര്യം എന്തായി മാറും, വാലിഡായി മാറും. ഇറ്റ് മേ ബി എൻഫോഴ്സിബിൾ ആണ്. ഈ പരാതി പറഞ്ഞ ആൾ എന്ത് ചെയ്യണം, അത് പരാതിയില്ല, അങ്ങനെയല്ല, കൺസെൻറ്റ് ഫ്രീ ആണ്, കൺസെൻറ്റ് കൊയേഴ്സിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഒന്നും അല്ല എന്ന് അയാൾ തീർച്ചപ്പെടുത്തിയാൽ it become valid. Otherwise it may be void. Okay, next, validity. A void contract is valid and binding on the parties concerned at the time of its formation. അല്ലേ, വോയിഡ് കോൺട്രാക്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് വാലിഡ് ആണ്, രണ്ടുപേരും ലീഗൽ ഒബ്ലിഗേഷൻ ഒക്കെ ഉണ്ട്. ബട്ട്
Subsequently, it becomes void due to certain reasons like impossibility of performance, illegality, etc. അല്ലേ, വിദേശ രാജ്യത്തെ പൗരന്മാരുമായി ഏർപ്പെടുന്ന കരാറുകൾ നടപ്പിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിയമപരമല്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഇറ്റ് ഈസ് വാലിഡ്, ബട്ട് ഡ്യൂ ടു സർട്ടൻ സബ്സീക്വൻറ്റ് കണ്ടീഷൻ it is said to be void because it is impossible to perform or it is said to be illegal in nature. But in the case of a voidable contract, a contract is voidable because the consent of one party is not a free consent. സാധാരണയായിട്ട് കൺസെൻറ്റ് ഫ്രീ അല്ലാതിരിക്കുമ്പോഴാണ് അത് വോയിഡായി മാറുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് said to be valid contract. Okay, but it's on the basis of validity. Next, option. No party gains any option whatsoever and it has no legal force. രണ്ട് വ്യക്തിക്കും കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല, അല്ലേ, നിയമപരമായ ഒരു ഓപ്ഷനും ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട്, അഗ്രീവ്ഡ് പാർട്ടി ഹാസ് ദ ഓപ്ഷൻ either elect to bound by the contract or to repudiate. ഇവിടെ എന്താ, വോയിഡബിൾ കോൺട്രാക്റ്റിനകത്ത് ആരാണോ കൺസെൻറ്റ് ഫ്രീ അല്ല, അതായത് അഫക്റ്റഡ് പാർട്ടി ആരാണോ അല്ലെ അഗ്രീവ്ഡ് പാർട്ടി ആരാണോ പരാതി പറഞ്ഞ ആരാണോ അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, എന്താ, കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് സെലക്ട് ചെയ്യാം, അല്ലെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. മറ്റിടത്ത് വോയിഡ് കോൺട്രാക്റ്റിനകത്ത് കോൺട്രാക്റ്റ് ഒഴിവാക്കാം എന്നുള്ള ഓപ്ഷൻ രണ്ടുപേർക്കും ഉള്ളൂ, പിന്നെ നടപ്പിലാക്കാൻ പറ്റില്ല. അവർ രണ്ട് ആഗ്രഹിച്ചാൽ പോലും ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കൊണ്ടോ ഇല്ലീഗാലിറ്റി നേച്ചർ കൊണ്ടോ അത് നടപ്പിലാക്കാൻ പറ്റില്ല ഇൻ ദ കേസ് ഓഫ് എ വോയിഡ് കോൺട്രാക്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്ട് വാലിഡും ആകാം വോയിഡും ആകാം, അവരിൽ ഒരാൾ തീരുമാനിച്ചാൽ മതി. നെക്സ്റ്റ് കണ്ടീഷൻ, എ വോയിഡ് കോൺട്രാക്ട് ഈസ് വോയിഡ് ഇൻ ഇറ്റ് സെൽഫ്, വോയിഡ് ഫ്രം ആഫ്റ്റർ വോയിഡ് അറ്റ് ദ ഫ്രം ദ ടൈം ഇൻ വിച്ച് എന്താണ് ഫ്രം ദ ടൈം എന്താണ് ദ ഇമ്പോസിബിലിറ്റി ഒക്കേഴ്സ്, ഇമ്പോസിബിലിറ്റി ഒക്കോർ ചെയ്യുന്ന സമയം മുതൽ അത് വോയിഡാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്ട് കൻ ബി മെയ്ഡ് വോയിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. വോയിഡബിൾ കോൺട്രാക്ട് വോയിഡ് ആവുന്നത് എപ്പോഴാണ്, ആ അഗ്രീവ്ഡ് പാർട്ടി പരാതിക്കാരനായ ആൾ പറയുകയാണ് എൻ്റെ കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ സെഡ് ടു ബി വോയിഡ് എന്ന് പറയുന്നത്. അതുവരെ അത് വാലിഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് void contract and voidable contract. I feel that you have a clear idea about and you have already learned the clear idea about void contract and voidable contract. Okay, thank you for watching the video. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക, നോട്ട് തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു, once more thank you. Okay, thank you.